കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ വേദിയിൽ MT വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയല്ല, മോദിക്കെതിരെയാണ് എന്നാണ് EP ജയരാജന്റെ വിശദീകരണം. അത് ഇവിടുത്തെ കാര്യമേ അല്ല, ആഗോളതലത്തിൽ ട്രംപിനെ എതിരെയാണ് എന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. പേരെടുത്ത് പറയാത്ത വിമർശനം പിണറായിക്കെതിരെ അല്ല എന്ന് ഉറപ്പാണ് കവി സച്ചിദാനന്ദൻ. ചെഖോവിനെയും ഗോർക്കിയെയും വിൽഹെം റൈക്കിനെയും ഉദ്ധരിച്ച് MT നടത്തിയ ഈ പരാമർശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെയാണ് എന്ന് ആരും ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടില്ല. പേരെടുത്ത് പറയാതെ ഒരു ഭരണാധികാരിയെ അടുത്തിരുത്തി ഒരു സാഹിത്യകാരൻ നടത്തുന്ന അധികാര വിമർശനം അത് കേൾക്കേണ്ടവർ മനസ്സിലാക്കാത്തതാണോ അതോ കേട്ടില്ലെന്ന് നടിക്കുന്നതാണോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ആസാദ് എന്നിവർ. ആദ്യം KT കുഞ്ഞിക്കണ്ണൻ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ചരിത്രപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MT മുൻപ് 2003 അദ്ദേഹം എഴുതിയൊരു ലേഖനം പകർത്തി പ്രസംഗമാക്കി അവിടെ അവതരിപ്പിച്ചത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അധികാരലബ്ധിയോടെ വിപ്ലവം അവസാനിച്ചു എന്ന് കരുതരുത്. അധികാരലബ്ധി സാധ്യമാക്കിയ ജനക്കൂട്ടത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം പഠിപ്പിക്കണം, അവരെ സ്വതന്ത്രരാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. EMS അങ്ങനെയുള്ളൂ നേതാവായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ, ആ വിമർശനം ഉൾക്കൊള്ളേണ്ടതാണെന്നും അത് തങ്ങളെ കൂടി ഉദ്ദേശിച്ചതാണെന്നും അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തോന്നേണ്ടതല്ലേ? അജിംസെ, MD വാസുദേവൻ നായർ അജിംസൂടെ പറഞ്ഞതുപോലെ 20 വർഷം മുമ്പ് എഴുതിയൊരു ലേഖനമാണ്. ആ ലേഖനം എഴുതിയ പശ്ചാത്തലം ശരിക്കെൻ്റെ ഓർമ്മയിലുണ്ട്. കേരളത്തിൽ നദികൾ ഉൾപ്പെടെ വിറ്റഴിക്കാനുള്ള ആൻ്റണി സർക്കാരിൻ്റെ നീക്കങ്ങൾ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ MDയെ ആ സമയത്ത് സമീപിച്ചിട്ടുള്ള ഒരാളാണ്. ലീലാവതി ടീച്ചറെ ആ സമയത്ത് സമീപിച്ചിട്ടുള്ള ആളാണ്. കേരളത്തെ വിറ്റഴിക്കുക, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരള വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതെല്ലാം തന്നെ കമ്പനിവൽക്കരിച്ച് സ്വകാര്യ കുത്തകളെ ഏൽപ്പിക്കാൻ, എന്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ടൗൺഷിപ്പിന് വെള്ളം കൊടുക്കുന്ന ചിമ്മിനി ഡാമിൻ്റെ റിസർവയർ അടക്കം വിൽപ്പനയ്ക്ക് വെച്ച ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമായിരുന്നു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കുക, അതിനെതിരായിട്ട് ഇവിടുത്തെ അധ്യാപകരും NGOമാരും മാസങ്ങളോളം, അത് LDF UDF വ്യത്യാസമില്ലാതെ സർവ്വ ജീവനക്കാരും മാസങ്ങളോളം ADB നിർദ്ദേശത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന സാഹചര്യം, അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന അധികാരപ്രവത്തതയുടേതായ ഒരു കാലത്ത് സമൂഹത്തിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും അഴിമതി അവസാനിക്കുന്നില്ല. ആ അഴിമതി, പ്രമത്തത, സർവാധിപത്യ സ്വഭാവം, ഈ കാര്യങ്ങളെയെല്ലാം തൻ്റെതായ ഒരു ദാർശനിക നിലപാടിൽ നിന്നുകൊണ്ട് അവിടെയാണ് അദ്ദേഹം ചെക്കോവിനെയും മാർക്സിക്കോർക്കിയൊക്കെ ഉദ്ധരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം വില്യം റീഹ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മ വ്യവഹാരങ്ങളിൽ ആധിപത്യ വ്യവസ്ഥയെ വിമർശിക്കാനോ എതിർക്കാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ടാക്കുന്നത്. ഇത്തരം നിരവധി, ഒരു വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ലേഖനമാണത്. അത് 2003 എഴുതിയ ലേഖനമാണ്. ആ ലേഖനം ചരിത്രപരമായ ഒരു അനിവാര്യത നിലക്കാണ് അദ്ദേഹം ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ അദ്ദേഹം വായിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സന്ദർഭം ഏതാണ്? ഇപ്പോൾ അജിംസ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട്, ഈ ചർച്ച ലീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പറയുന്നതാണ്, അത് പിണറായി വിജയനെതിരായിട്ട് തന്നെയുള്ള വിമർശനമെന്നാണ്. പിണറായി വിജയനും MDയും ഒരേ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വിചാരങ്ങൾ പങ്കിടുന്ന ആളുകളാണ്. അത് അജിംസിന് അറിയാതെ ഇല്ലല്ലോ. ഗ്ലോബലൈസേഷൻ തൊട്ട് ഹിന്ദുത്വത്തിൻ്റെ അധികാരാരോഹണം വരെ, അത് ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായി അടിച്ചേൽപ്പിച്ച നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ട് MDയും പിണറായി വിജയനുമൊക്കെ ഒരുപോലെ ചിന്തിച്ച ആളുകളാണ്. അതിനെ ഒരുപോലെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞവരാണ്. അവർ രണ്ടുപേരും എന്താണ്, ഇന്ത്യയുടെ ദേശീയ അധികാരം പിടിച്ചിരിക്കുന്ന സംഘപരിവാറിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആക്രമണത്തിന് ഇരയാവുന്നവരാണ്. അപ്പോൾ MDയെ പോലുള്ള ഒരാൾ ഇന്നത്തെ സന്ദർഭത്തിൽ ഒരു കൾച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്ന വളരെ പൊതുവും വളരെ ഫിലോസഫിക്കലുമായ ഒരു പ്രസംഗത്തെ വളരെ സംഗീതമായ ഒരു നിലപാടിൽ നിന്ന് പിണറായി വിജയൻ്റെ സർവാധിപത്യത്തിലാണ്. സർവാധിപതി പിണറായി വിജയനാണോ അജിംസെ? ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്ത് അധികാരമാണുള്ളത്? നിങ്ങൾ വ്യക്തികളുടെ ശരീരഭാഷ അളന്ന് അങ്ങനെയൊക്കെ എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ശരിയില്ല, അദ്ദേഹം അഹങ്കാരിയാണ്, അങ്ങനെയല്ല നമ്മൾ സർവാധികാരത്തെ കാണുന്നത്. ഇന്ത്യയുടെ ഫെഡറലിസത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനയുടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെപ്പോലും ഒന്നൊന്നായി എടുത്തുകളയും, ഭരണഘടന നൽകുന്ന സവിശേഷങ്ങളുടെ പ്രത്യേക പദവി പോലും എടുത്തു കളയുന്ന, സർവാധികാരത്തിൻ്റെ നിർദ്ധയമായ നീതി നടപ്പാക്കുന്ന ഒരു ഭരണാധികാരി ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും വേട്ടയാടുകയും അനഭിമത സമൂഹങ്ങളെ വംശീയമായി തന്നെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ
ഈ ചരിത്രഘട്ടത്തിൻ്റെ ഈ രാഷ്ട്രീയ സന്ദർഭത്തിൻ്റെ പ്രസക്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോഡിയേക്കാൾ ഭീകരനാണ് പിണറായി എന്ന് വരുത്തണം. അതുവഴി എന്താണ്, പിണറായി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് മോഡി അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മോഡി എന്താണ് മിനിമൈസ് ചെയ്യപ്പെടും, ലഘൂകരിക്കപ്പെടും, അത്രയേ ഉള്ളൂ. പിണറായി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് വരുത്താനാണ് കൽപ്പറ്റ നാരായണനെ പോലുള്ള, കാരശ്ശേരി മാഷെ പോലുള്ള ആളുകൾ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. വിമോചന സമരകാലത്തും ഇത്തരം ജനാധിപത്യത്തിൻ്റെയൊക്കെ ഭാഷയിൽ ഈ രാജ്യത്ത് വലതുപക്ഷത്തിന്റെ പിന്തിരിപ്പൻ നിലപാടുകൾക്ക്, വിമോചന സമരത്തിന് ശക്തി പകർന്ന ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും പിന്നീട് അത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്, സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട്. അഴീക്കോട് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് അത് സ്വയം വിമർശനപരമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൽപ്പറ്റയും അതേപോലെ തന്നെ കാരശ്ശേരി മാഷും പിന്നെ NE സുധീർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഒരു സാക്ഷി, യഹോവ സാക്ഷ്യം പറയുന്ന ഒരു സാക്ഷി പറയാൻ വരുന്ന ആള്, ഇവരെല്ലാം തന്നെ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനും കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തിനും നിയോ ലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തെ ദുർബലപ്പെടുത്താനുമുള്ള വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മഹാനായ MDയുടെ വാക്കുകളിൽ അതെന്താണ്, വളരെ ആദർശാത്മകമായ അധികാരത്തെയും സമൂഹത്തെയും, രാഷ്ട്രീയ സമൂഹം, ആൾക്കൂട്ട സമൂഹം എങ്ങനെ രാഷ്ട്രീയ സമൂഹം ആകണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങളാണത്. ആ നിരീക്ഷണങ്ങളെ ആ 300 മുതൽ 355 വരെയുള്ള പേജുകൾ വായിച്ചു നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് വളരെ ഫിലോസഫിക്കലായ തലത്തിൽ മലയാളത്തിൻ്റെ ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ, മലയാളിയുടെ ഒന്നാം പൗരൻ എന്ന് പറയാവുന്ന, ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ നിരീക്ഷണങ്ങളാണ്. ആ നിരീക്ഷണങ്ങൾ അദ്ദേഹം KLF പോലുള്ളൊരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ പിണറായി വിജയനെതിരായിട്ടുള്ള കുറ്റപത്രമായിട്ട്, പിണറായി വിജയനെ എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്തോ ഒരു ഒളിയാക്രമണമായിട്ട് അതിൽ ആരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ അത് മോദിക്കെതിരെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, KN ബാലഗോപാൽ പറഞ്ഞതുപോലെ ട്രംപിനെതിരെ വ്യാഖ്യാനിക്കാം, വേണമെങ്കിൽ വ്ളാദിമിർ പുടിനെതിരെ പോലും വ്യാഖ്യാനിക്കാം. കാരണം വ്ളാദിമിർ പുടിൻ ഒരു സർവാധികാരിയാണ് എന്ന വിമർശനം വ്യാപകമായുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ പഴയ ഭാഗമായ റഷ്യയിലാണുള്ളത്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആരെയും പേരെടുത്ത് പരാമർശിക്കാത്ത, അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു വിമർശനം, അതിലെന്തെങ്കിലും തങ്ങൾക്ക് ഉൾക്കൊള്ളാനുണ്ടോ എന്ന് തോന്നുക പോലും ചെയ്യാതെ അത് തള്ളിക്കളയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണോ? പ്രത്യേകിച്ചും EMSനെ പോലും ഇക്കാര്യത്തിൽ MD അതിൽ ഉദ്ധരിച്ചിരിക്കെ. എൻ്റെ അജിംസെ, പിണറായി വിജയൻ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ CPM പ്രസ്ഥാനം ഈ കാര്യങ്ങളൊക്കെ ആ പാർട്ടിക്കകത്ത് എന്താണ് ഒരു സ്വയം വിമർശനപരമായ സമീപനം എപ്പോഴുമുണ്ട്. ഇപ്പോൾ അധികാര തുടർച്ച ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് സംഭവിക്കാവുന്ന അപജയങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി കണ്ട് അതിനാവശ്യമായിട്ടുള്ള തിരുത്തലുകൾ പാർട്ടിക്കകത്ത് ഉണ്ടാകണം എന്ന രീതിയിൽ ചർച്ച ചെയ്ത് നേതൃത്വത്തിൽ നിന്ന് തന്നെ അത്തരം തെറ്റുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളും ആ രേഖയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഏതോ രീതിയിൽ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളും അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സമൂഹത്തിനകത്തൊരു ഭൂഷാ സമൂഹത്തിനകത്ത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ജീർണതകളും എല്ലാവരെയും ബാധിക്കും. അപ്പോൾ MDയെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. അതേസമയത്ത് എന്താണ്, അത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് എന്ന് NE സുധീർ സാക്ഷ്യം പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യേണ്ടവരല്ല നമ്മൾ. കാരണം NE സുധീറിനും കാരശ്ശേരി മാഷക്കും കൽപ്പറ്റ നാരായണനും ഹിന്ദുത്വം ഭീഷണിയല്ല, സംഘപരിവാർ ഭീഷണിയല്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്തെ ദളിതുകളെയും ഈ രാജ്യത്തെ ദരിദ്രരായ കൃഷിക്കാരെയും തൊഴിലാളികളൊക്കെ പ്രതിദാനം ചെയ്യുന്ന വർഗപരവും സാമൂഹികവുമായ നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങൾക്ക് അത് പ്രശ്നമാണ്. ഈ സ്വതന്ത്ര ബുദ്ധിജീവി പരിവേഷത്തിൽ സംഘപരിവാറിന്റെ അജണ്ടക്ക് മറുപടി എടുക്കുന്ന ആളുകൾക്ക് അത് പ്രശ്നമല്ല, അവരത് ആഘോഷിക്കും. ആ ആഘോഷം നമ്മൾ ഏറ്റുപിടിക്കേണ്ടതില്ല. അജിംസെ, MD തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. MDയുടെ വാക്കുകൾക്ക് അപ്പുറത്ത് ആ വാക്കുകൾ അപനിർമ്മിക്കാൻ നമ്മളാരും മെനക്കെടണ്ട. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, എന്തിനാണ് ആരെയും പേരെടുത്ത് പറയാതെ അദ്ദേഹം നടത്തിയ ഒരു അധികാര വിമർശനം? അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആർക്കും ബാധകമാണ്. ആരാണോ അപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന അവർക്ക് ബാധകമാണ്. പിണറായി വിജയന്റെ ഉത്തരാധികാരിയാണ് നരേന്ദ്രമോദി എന്നിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് നരേന്ദ്രമോദിയിൽ അട്രിബ്യൂട്ട് ചെയ്യാത്തത്? ഞങ്ങളിതാരും ആരോടും പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല. KT കേരളത്തിലുണ്ട്, നാട്ടിലുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ശരിയാണല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം കുറേ കാലമായി ഇവിടെയൊന്നും ഇല്ലാത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെ അജിംസെ, ഇത് ഇന്നലെ MT പിണറായി വിജയൻ്റെ വേദിയിൽ പറഞ്ഞതാണ്. അത് എന്നോടല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട, ഇത്രയേറെ കട്ടിയുള്ള വാക്കുപയോഗിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. MT പറഞ്ഞത് തിരിയേണ്ടവർക്ക് തിരിഞ്ഞിട്ടുണ്ട്.
അല്ലാത്തവർക്ക് തിരിയാത്തവരാരുമില്ല. ചില ആളുകൾ വല്ലാതെ നട്ടം തിരിയുന്നുണ്ട്. ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. റിയാസിൻ്റെ മരുമകൻ്റെ പ്രസ്താവന, അതിനുശേഷവും MT ഞങ്ങൾക്ക് കൈ തന്നിട്ടാണ് പോയത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ തരാതിരിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. കൈ തന്നാലോ ചിരിച്ചാലോ വിമർശനങ്ങൾ ഇല്ലാതാവുന്നില്ല. വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി വിജയനോട് MT പറഞ്ഞ കാര്യങ്ങൾ, അത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി നേതൃപൂജ ഇന്ന് കേരളത്തിൽ വേറെ എവിടെയാ നേതൃപൂജ ഉള്ളത്? സൂര്യനാണ് എന്ന് ഒരാൾ പറയുന്നു, ചന്ദ്രനാണ് എന്ന് മറ്റൊരാൾ പറയുന്നു. അതിനേക്കാൾ വലിയ വാക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിക്ഷണറിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകൾ ഈ കാലഘട്ടത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതുപോലെ നേതൃപൂജയുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്ന ചിന്ത വേണ്ട എന്നൊക്കെ പറയുന്നത്, വിപ്ലവം വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളെ സേവിക്കാനാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം വേറെ ആരും ഉദ്ദേശിച്ചാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അജിംസിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയുക. ഇത് പറഞ്ഞിരിക്കുന്നത് MT ഏത് കാലവും പറഞ്ഞതുപോലെ സമീപത്ത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു സാഹിത്യകാരൻ്റെ വിമർശനമാണ്. അത് ഏറ്റെടുത്ത് KT അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം. അത് ഉൾക്കൊള്ളേണ്ടത് വേറെ ആരുമല്ല മിസ്റ്റർ KT. അത് പിണറായി വിജയന് തൊട്ടടുത്തുനിന്ന് പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് നല്ലത്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും കാര്യം. അത് നിങ്ങൾ നിയോ ലിബറലിസം, പാവം കാരശ്ശേരി ഭാഷയും കൽപ്പറ്റയിൽ നിന്ന് വെറുതെ വലിച്ചഴിച്ച് 2 പ്രാവശ്യം ആവർത്തിച്ച് ചീത്ത പറയല്ലേ. അവരൊക്കെ സാഹിത്യകാരന്മാരും അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. ഈ ചർച്ചയിലേക്ക് അവർ വന്നിട്ടില്ല. യഹോവ സാക്ഷിയൊന്നല്ല. സുധീർ പറഞ്ഞു, ഇന്നലെയും അദ്ദേഹം പറഞ്ഞു, എഴുതി തയ്യാറാക്കിയ കാര്യം പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ സുധീറിനെ സാക്ഷ്യപ്പെടുത്തി അദ്ദേഹം വ്യക്തിപരമായിട്ട് നമ്മൾ എന്തിനു വിമർശിക്കണം? MT എന്ന് പറഞ്ഞ ആൾ സാഹിത്യകാരൻ, ജ്ഞാനപീഠം ജേതാവൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ പത്രത്തിൽ അതേപോലെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അച്ചടിച്ച് വന്നിരിക്കുന്ന EMSനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നരേന്ദ്രമോദിക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നെഹ്റുവിനെ പറ്റിയായിരുന്നു പറഞ്ഞത് എങ്കിൽ നമുക്കൊരു ചെറിയ സാഹചര്യം, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയാണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാമായിരുന്നു. കമ്മ്യൂണിസത്തെ പറ്റിയാണ് പറഞ്ഞത്. കമ്മ്യൂണിസത മറ്റു രാജ്യങ്ങളിൽ അധികാരത്തിൽ വരികയും തകരുകയും ചെയ്ത കമ്മ്യൂണിസത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ തകർന്നു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു കൈപ്പിടിയുണ്ട് എന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് MT നടത്തിയത് എന്നാണ് മനസ്സിലാക്കിയതെങ്കിൽ KT പറയുന്നതിന് ഞാൻ ഉൾക്കൊള്ളുമായിരുന്നു. ദേശാഭിമാനിയും KTക്കും മാത്രം അത് MT അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. ഞാൻ കേട്ടിട്ടില്ല. അജിംസാണ് പറയേണ്ടത്. MT അത് മാറ്റി പറഞ്ഞെങ്കിൽ, MT അങ്ങനെയല്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം MTക്ക് നമ്മൾ പറഞ്ഞതും അല്ല പറയിപ്പിച്ചതും അല്ല, MT പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ MT പറഞ്ഞ വിമർശനങ്ങൾ ദേശാഭിമാനിയോട് മാത്രം പറഞ്ഞതാണ്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അതായത് പറയാൻ പറ്റില്ല ദേശാഭിമാനിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത് അറിയില്ല. KTയോടും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട KT G സുധാകരൻ പറഞ്ഞതെങ്കിലും നിങ്ങൾ കേൾക്ക്. മുഖത്തടിക്കലല്ല വിപ്ലവം, മുഖത്തടിക്കുന്നവന് സ്വീകരണം കൊടുക്കലല്ല വിപ്ലവം, നിലത്ത് കിടക്കുന്നവന്റെ തല ചവിട്ടൽ, അവരെ പെൺകുട്ടികളുടെ വസ്ത്രം കീറുന്ന പോലീസുകാരല്ല വിപ്ലവം, നീണ്ട വടി കൊണ്ട് ജനങ്ങളെ അടിക്കലല്ല വിപ്ലവം, എതിരെ ചാനൽ ചർച്ചകളിൽ വന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ജയിലിലടക്കലല്ല വിപ്ലവം. അതൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുക. എന്തിനാ രാഹുലിനെ പിടിച്ചു? ഇന്ന് ഞാൻ KLF വേദിയിൽ പോയപ്പോൾ ആ കേസിൽ 1-ാം പ്രതി VD സതീശൻ നടക്കുന്നു, മുമ്പിലും പിറകിലും പോലീസുണ്ട്. ആ കേസിൽ 1-ാം പ്രതി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1-ാം പ്രതിക്ക് എസ്കോർട്ട് പോലീസ്, 4-ാം പ്രതി ജയിലിനകത്ത്. എന്താ ഏത് രാഷ്ട്രീയമാണ്? ഇതൊക്കെ തന്നെയാണ് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ട KT MT പറഞ്ഞത്. ഇന്നലത്തെ പത്രങ്ങളിലെ, ഇന്നലത്തെ ചാനൽ ചർച്ചകളിലെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് മാതൃഭൂമി, മനോരമ, മാധ്യമത്തിൻ്റെയൊക്കെ എഡിറ്റോറിയൽ പേജിൽ ഭരണകൂട ഭീകരതയെ പറ്റി പറയുന്ന സമയത്ത് അത് MT മാത്രം വായിക്കാതിരിക്കില്ലല്ലോ, MTയും വായിക്കും, അത് കാണും. ചാനലുകളിൽ ലൈവാണ്. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലൈവാണ്, നേരിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. അത് ഞങ്ങളോടല്ല പറഞ്ഞത്. കേൾക്കുന്നവന് കേട്ടാൽ നല്ലത്, ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം. ഈ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ കഴിയില്ല. MT എനിക്ക് കൈ തന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിലാണ് എന്നൊക്കെ പറയുന്നവർ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്ന് KT വളരെ വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ശ്രീ ഡോക്ടർ ആസാദ്, ഈ പഴയ ലേഖനത്തിൽ അദ്ദേഹം അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയത് എന്ന് അല്പം മുമ്പ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് AK ആന്റണിയുടെ കാലത്താണ്. AK ആന്റണിയുടെ കാലത്ത് ഈ നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അന്നത്തെ ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. പ്രത്യേകിച്ചും ഡയസ്നോൺ സമരമൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ എഴുതിയൊരു ലേഖനം വീണ്ടും പകർത്തി എഴുതി അദ്ദേഹം ഒരു പ്രസംഗവേദിയിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ അദ്ദേഹം EMSനെ ചൂണ്ടിക്കാട്ടുന്നു, ഗോർഖിയെയും ചെക്കോവിനെയും വിൽഹം റേക്കിനെയും ഉദ്ധരിക്കുന്നു. ഈ ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായും പറയുന്നത് അധികാരലബ്ധിയോടെ വിപ്ലവം അവസാനിക്കുന്നില്ല, ആ വിപ്ലവം സാധ്യമാക്കിയ ജനങ്ങളെ സ്വതന്ത്രരാക്കേണ്ടതുണ്ട്. ആ ബോധ്യമുള്ള ആളായിരുന്നു EMS എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ബോധ്യം ഇപ്പോഴില്ല. അത് ആർക്കാണ് എന്നുള്ളത് ആർക്കും ആട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. കാരണം അധികാരത്തെ പരമാധികാരമായി കണക്കാക്കിക്കൊണ്ട് ജനങ്ങളെ അസ്വതന്ത്രരാക്കുന്ന ഏത് ഭരണാധികാരിക്കും ആപ്റ്റാണ്. അങ്ങനെയെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് ആപ്റ്റാണ്. KN ബാലഗോപാൽ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ അത് ഡൊണാൾഡ് ട്രംപിന് ആപ്റ്റാണ്, വേണമെങ്കിൽ പുട്ടിന് ആപ്റ്റാണ്.
യഥാർത്ഥത്തിൽ MT ആരെയാണ് വിമർശിച്ചത്? അല്ല, ഈ പഴയ കാലത്ത് 2003 എഴുതിയ ലേഖനമാണ് എന്നുള്ളത് പറഞ്ഞല്ലോ. 2003 എഴുതിയ ഒരു ലേഖനം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ പ്രസംഗിക്കാൻ MTയെ പ്രേരിപ്പിച്ചത് എന്താണ്? MT പുതുതായി ഒന്നും എഴുതാൻ കഴിയാത്ത, അത്രമാത്രം ഒന്നും അറിയാത്ത ആളാണോ? എഴുതാൻ കഴിവില്ലാത്ത ആളാണോ? എന്തുകൊണ്ടാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് വേണം എന്ന് MTക്ക് തോന്നിയത്? MT എന്തിനാണ് അത് അവതരിപ്പിച്ചത്? ഇപ്പോൾ 2003 എഴുതിയ ലേഖനത്തിന് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് KT കുഞ്ഞിക്കണ്ണൻ അറിയാം. KT കുഞ്ഞിക്കണ്ണൻ അതേക്കുറിച്ച് കൃത്യമായി ബോധവാനാണ്. പക്ഷേ ഇപ്പോൾ 2024 ജനുവരിയിൽ അത് വീണ്ടും പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്ന് KT കുഞ്ഞിക്കണ്ണന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ വരുന്നത് ആൻ്റണിയോ കേരളമോ അല്ല, അതിനു മുകളിൽ എന്തോ ആണ്. സത്യത്തിൽ MTയെ പോലെ ഒരു സാംസ്കാരിക പ്രവർത്തകനോ എഴുത്തുകാരനോ, വളരെ ലബ്ധപ്രതിഷ്ഠനായ ഒരു എഴുത്തുകാരൻ ഒരു വ്യക്തിയെയും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കേണ്ട കാര്യമില്ല. ഒരു പ്രവണതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ജനാധിപത്യത്തിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത്, അതെങ്ങനെ സർവാധിപത്യമായി മാറുന്നു എന്ന വിഷയമാണ് അദ്ദേഹം പറയുന്നത്. അത് പറയുമ്പോൾ വ്യക്തമായും കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിന് ഒരു പ്രാധാന്യമുണ്ട്. 1957 EMS അധികാരത്തിൽ വരുന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, EMS അധികാരത്തിൽ വരുമ്പോൾ വലിയ രീതിയിൽ എരമ്പിക്കൂടിയ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് എരമ്പിക്കൂടിയ ജനതയെ ഒരു ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണ് എന്ന ബോധം EMSനുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സോവിയറ്റ് യൂണിയനിലുള്ള പഴയ കഥ അദ്ദേഹം പറയുന്നത്. അന്ന് ഇത്തരത്തിലൊരു സംഗതി റീഗ് മുന്നോട്ട് വെച്ചതും ഗോർക്കിയൊക്കെ ചെക്കോവും മുന്നോട്ട് വെച്ചതുമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വിശദീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള പ്രവർത്തനം തുടങ്ങിയെന്നേ EMS അവകാശപ്പെടുന്നുള്ളൂ. ഞാനങ്ങനെ രൂപപ്പെടുത്തിയെന്ന് പറയുന്നില്ല എന്ന വിനയത്തെക്കുറിച്ച്, അന്വേഷണ ത്വരയെക്കുറിച്ച് കൃത്യമായി MT അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈ അന്വേഷണത്തിന് ഈ ഉത്തരവാദിത്ത സമൂഹമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടോ എന്ന കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അവിടെയാണ് അനേകരെ ഒരു ചെറു ന്യൂനപക്ഷം ഏത് വഴിയിൽ കൊണ്ടുപോകുന്നു എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയ, സാംസ്കാരിക രാഷ്ട്രീയമുണ്ട്. അതിൽ വ്യക്തികളെ പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ EMSനെ കുറിച്ച് വീണ്ടും പറയുന്നു. അദ്ദേഹം തനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ആചാരോപചാരങ്ങൾ ഈ രീതിയിൽ വ്യക്തിസ്തുതിയുടേതായി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ലളിത ജീവിതം ജീവിക്കുന്ന ഒരാൾ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഉയർത്തി കാണിക്കുകയാണ് വീണ്ടും MT. അങ്ങനെ കാണിക്കുമ്പോൾ വ്യക്തമാണല്ലോ എന്താണ്. ഇന്ന ആളെന്നൊന്നും വേണ്ട, ഞാൻ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഞാനും പേര് പറയുന്നില്ല. വ്യക്തികളല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത് അത് ആരാണെങ്കിലും ഇത്തരത്തിൽ ഏകാധിപത്യ പ്രവണതയിലേക്ക് നീങ്ങുന്ന രീതിയിൽ, തൻ്റെ തെറ്റ് ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ, വലിയ രീതിയിൽ ധാർഷ്ട്യമുള്ള ഒരു രാഷ്ട്രീയ സമൂഹം രൂപപ്പെട്ടു വന്നിരിക്കുന്നു കേരളത്തിൽ. അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ജനങ്ങളോട് ഏത് രീതിയിലാണോ ജനസേവനത്തിന് രാഷ്ട്രീയത്തെ പ്രയോജനപ്പെടുത്തേണ്ടത്, അതിനല്ല അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ നിർവഹിക്കുന്നത്. ഇത് ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ്. ഈ രാഷ്ട്രീയ വിമർശനത്തിൽ ഞങ്ങളെയല്ല എന്നാരും പറയേണ്ട കാര്യമില്ല. ഇത് എല്ലാവരെയും ആവുമ്പോൾ തന്നെ അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അവസാന ഭാഗത്ത് അധികാരത്തിലിരിക്കുന്നവരെ കൃത്യമായി സൂചിപ്പിക്കുന്നു. അധികാരത്തിലിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനം പറയുന്നുണ്ട്. അധികാരത്തിലിരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാലോ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇങ്ങനെ വളരെ ഏകാധിപതിയാണ്, ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അല്ലല്ല എന്നെയല്ല പറയുന്നത് എന്ന് MTയെ വിളിച്ച് എന്നെയല്ലല്ലോ പറഞ്ഞത് എന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നൊരവസ്ഥകളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അതേപോലെയാണ് കേരളത്തിൻ്റെ ഭരണാധികാരിക്ക് ചുറ്റുമുള്ളവർ അത് ഞങ്ങളെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കേരളീയ സമൂഹത്തിന് വല്ലാത്ത രീതിയിലുള്ള എന്താ പറയുക, ഒരു തമാശ തോന്നുന്നുണ്ട് ആ കാര്യത്തിൽ. എന്താ ഈ ചോദ്യത്തിനർത്ഥം? മറ്റാരും ചോദിക്കാത്തൊരു ചോദ്യം ദേശാഭിമാനിക്ക് MTയെ വിളിച്ച് ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും വലിയ ഇതുണ്ടായിട്ടും അദ്ദേഹം പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ട് MT ഇന്ന് വൈകുന്നേരം വരെ ഒരു പത്ര ഓഫീസിലേക്കും ഞാൻ അതല്ല പറഞ്ഞത് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? MTക്ക് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതതിലുണ്ട്. 2003 കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത് അതിനേക്കാൾ പ്രസക്തമാണ് പുതിയ കാലത്ത് എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ MTയെ പോലെ ഒരാളത് ഇപ്പോൾ പറയുന്നത്. അത് വാസ്തവമാണ്, MT പറഞ്ഞത് വാസ്തവമാണ് എന്ന് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് വ്യാഖ്യാനിക്കുക, അത് നരേന്ദ്രമോദിയെ പറ്റിയാണെന്ന് അടുത്ത ഘട്ടത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞതിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല.
തള്ളിപ്പറയാൻ ഇ പി ജയരാജൻ മുതൽ അശോകൻ തിരുവൂരെ തയ്യാറല്ല. പക്ഷേ അത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു നരേന്ദ്രമോദിയാണോ? എല്ലാ അധികാരവും എവിടെയൊക്കെ അധികാരം സർവാധിപത്യമായി തീരുന്നുണ്ടോ, എവിടെയൊക്കെ ജനങ്ങളെ ഉത്തരവാദിത്തത്തിലേക്ക് വളർത്തുന്നതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുവോ അവിടെ മുഴുവൻ പ്രസക്തമായൊരു കാര്യമല്ലേ പറഞ്ഞത്. ജനനേതാക്കൾ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരുത്താൻ തയ്യാറാവാത്തത്? ജനനേതാക്കൾ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഈ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? അതല്ലേ ചോദ്യം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആദിവാസികൾ, ദളിതർ ഒക്കെയുണ്ട്. പക്ഷെ ദളിതർക്ക് ഭൂമി കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? എവിടെയാണ്? അധിക ഭൂമി കൈവശമുള്ള ഒരു MLA-യുടെ കയ്യിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അവരാണ് ദളിതർക്ക് ഭൂമി കൊടുക്കുന്ന കാര്യം, ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കുന്ന കാര്യം പറയുന്നത്. അതിന് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അർത്ഥമുണ്ടല്ലോ. ആരുടെ പക്ഷത്താണ് ഈ സർക്കാർ നിൽക്കുന്നത്? ഇത് ആരുടെ ദത്തുപുത്രന്മാരാണ് ഭരിക്കുന്നത്? EMS പറഞ്ഞത് ഞാൻ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണ് എന്നാണ്. എന്നാൽ ഇന്ന് ഭരണത്തിലിരിക്കുന്ന പല നേതാക്കന്മാരും ആരുടെ ദത്തുപുത്രന്മാരാണ്? ഏത് തരം വികസനമാണ് അവർ നടപ്പാക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു സാംസ്കാരിക സ്റ്റേജിൽ പറയാവുന്ന ഒരു പ്രതികരണമാണ് MT നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ എന്താ ഇത്ര വലിയ പാട്? ഇത് നമുക്ക് വിശദീകരിക്കാം. നമുക്ക് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധകമാണ്, അല്ലെങ്കിൽ ആഗോള സാമ്രാജ്യത്വത്തിന് ബാധകമാണ് എന്നൊക്കെ വിശദീകരിച്ചോളൂ. പക്ഷെ അധികാരത്തെ സംബന്ധിച്ചൊരു പൊതുതത്വം നമ്മുടെ തൊട്ട മുന്നിലുള്ള ഒരു അധികാര ശക്തിക്ക് ബാധകമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മെനക്കെട്ട് പോകരുത്. അത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ തുറന്നു കാണിക്കപ്പെടും. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതായത് അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തെറ്റിതിരുത്തൽ രേഖയുള്ള ഒരു പാർട്ടിയാണിത്. ആ തെറ്റിതിരുത്തൽ രേഖയിൽ എല്ലാ ഘട്ടത്തിലും തുറന്നു പറയുന്ന, ഞങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ ലഭ്യമായ രേഖ പ്രകാരം പറയുന്ന കാര്യം, ബൂർഷ്വാ പ്രവണത പാർട്ടിയിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. അത് നേതൃതലം മുതൽ താഴെ തലം വരെ ഉണ്ട് എന്നാണ്. ഈ ബൂർഷ്വാ പ്രവണതയുടെ മറ്റൊരു പ്രശ്നം, അത് ഒരു ഫ്യൂഡൽ സ്വഭാവം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വ്യക്തി ആരാധനയിലേക്കും വ്യക്തി പൂജയിലേക്കും നീങ്ങുന്നുണ്ടെന്നാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ചുള്ള സ്വയം വിമർശനമാണ്. അതിൽ കൂടുതലൊന്നും MTയുടെ വിമർശനത്തിലില്ല, പേര് പറയാതെ അദ്ദേഹം പറയുന്നതിലില്ല. അത് കണ്ണടച്ച് നിഷേധിക്കുന്നതിലൂടെ MT ചൂണ്ടിക്കാട്ടിയ അതേ പ്രവണത നിങ്ങളിലുണ്ട് എന്ന് വീണ്ടും സ്ഥാപിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾ മോചിതരായിട്ടില്ല. എന്ത് സച്ചിദാനന്ദൻ മാഷ് മുതൽ KT കുഞ്ഞിക്കണ്ണൻ വരെ മോചിതരായിട്ടില്ല എന്നല്ലേ തോന്നുക? അജിംസ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ സന്ദർഭം എന്താണ്? കേരളം പോലെ ഒരു സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട ഗ്രാൻറ്റുകൾ വെട്ടിക്കുറച്ചും കടമെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുള്ള വിഹിതം റിസ്ട്രിക്റ്റ് ചെയ്തും പീഡിപ്പിക്കുന്ന, തകർക്കുന്ന ഒരു ഘട്ടത്തിൽ അത് തന്നെ പ്രതിപക്ഷമായിരിക്കുന്ന ഈ PD സതീശൻ്റെ പാർട്ടിക്കാർ കേന്ദ്രത്തിൻ്റെ നയത്തിനെതിരായിട്ട് ഒരു അക്ഷരം മിണ്ടാതെ കേരളത്തിൽ മൊത്തം പ്രശ്നമാണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുന്ന, അതായത് 59-ന് സമാനമായ ഒരു വിമോചന സമര അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും അജിംസും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിജേഷിനെ മാറ്റി നിർത്ത്, ആസാദിനതൊക്കെ അറിയാമല്ലോ. ഈ ചരിത്രപരമായ കാരണങ്ങളൊക്കെ അറിയാതെ ഏതെങ്കിലും പറഞ്ഞ് നമുക്കാർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ലേഖനം 2003 എഴുതിയതാണല്ലോ. ആ ലേഖനം 2003 എഴുതിയ ലേഖനത്തിലും എന്തുകൊണ്ടാണ് MD വാസുദേവന്മാരെ പോലെ ഒരു ലോകവായനയുള്ള, ലോകത്തിലെ ക്ലാസിക്കുകളും ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങളും ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് MD വാസുദേവൻ നായർ. എന്തുകൊണ്ടാണ് MD വാസുദേവൻ നായർ ഒരാൾക്കൂട്ട സമൂഹത്തെ ഒരു രാഷ്ട്രീയ സമൂഹമാക്കി മാറ്റുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരണമായി EMSനെ സൂചിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ചെക്കോവിനെയും അതേപോലെ മാസിംഗോർത്തിയെയും സൂചിപ്പിക്കുന്നത്? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിജേഷിനുണ്ടാവില്ല, പക്ഷെ ആസാദിനുണ്ടാവണ്ടേ. കാരണം ഒരു സിവിൽ സമൂഹം പലപ്പോഴും ഒരു ആൾക്കൂട്ട സ്വഭാവത്തിലുണ്ടാവുന്നതാണ്. ആ സിവിൽ സമൂഹത്തെ രാഷ്ട്രീയ സമൂഹമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു സമീപനം മാർക്സിസത്തിന് മാത്രമേ ഉള്ളൂ. അത്തരമൊരു സമീപനം മാർക്സ് മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതൊക്കെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ആന്റണി ഭരിക്കുന്ന കാലത്ത്, പിണറായി വിജയനല്ലോ, പിണറായി വിജയനാണെങ്കിൽ EMSനെ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം പിണറായി വിജയനെ പഠിപ്പിക്കാനാണ് EMSനെ ഉദാഹരിച്ചതെന്ന്. ഇത് ആന്റണി ഭരിക്കുന്ന കാലത്താണ്. അപ്പോൾ ഒരു ആൾക്കൂട്ട സമൂഹത്തെ രാഷ്ട്രീയ സമൂഹമാക്കി മാറ്റുക എന്ന വളരെ വിപ്ലവകരമായ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ നിലപാട്, അത്തരത്തിലുള്ളൊരു ഫിലോസഫിക്കൽ നിലപാട് കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ എന്ന് നന്നായി അറിയാവുന്ന ആ രീതിയിൽ ഒരു മാർക്സിസ്റ്റ് രീതിയിൽ നിന്നുകൊണ്ടാണ് MD വാസുദേവൻ നായർ 2003 ആ ലേഖനം എഴുതിയിട്ടുള്ളത്. അത് ഇന്ന് അദ്ദേഹം വായിക്കുമ്പോൾ അജിംസ് പറഞ്ഞ കാര്യത്തോട് എനിക്കൊരു വിയോജിപ്പുമില്ല. നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന സമൂഹം, ഈ സമൂഹത്തിൽ നടക്കുന്ന തീവ്ര വലതുപക്ഷവൽക്കരണത്തെ ഭൂഷാവൽക്കരണം എന്ന പദം കൊണ്ട് ഇന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല. അത് ഏറ്റവും പ്രാചീനമായ മതമൂല്യങ്ങളുമായി ചേർന്ന് അപകടകരമായ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ഒക്കെ ഒരു സംസ്കാരത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുന്ന ഈ പ്രവണതയെ നമ്മൾ തിരുത്തണം. ആ അർത്ഥത്തിൽ ഒരു അധികാര വിമർശനം
MD വാസുദേവൻ നായരെ പോലെ ഉള്ള ഒരാൾ നടത്തുമ്പോൾ അത് അതിൻ്റെ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്നതിന് പകരം ഉടനെ അതെടുത്ത് സംഘടിത രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അത് പിണറായി വിജയനെയാണ് എന്ന് ആവർത്തിക്കുന്ന എന്തിനാണ് നിങ്ങൾ? MD എപ്പോഴുള്ള ഒരാൾ വളരെ ഫിലോസഫിക്കലായ തലത്തിൽ അവതരിപ്പിച്ച ഒരു വിഷയത്തെ വളരെ താഴ്ത്തിക്കൊണ്ടുവന്നത് പിണറായി വിജയൻ വിമർശനമാക്കി ആഘോഷിക്കുന്ന എന്തിനാണ് നിങ്ങൾ? ഞാനും KT കുഞ്ഞിക്കണ്ണനൊന്നും ഒരു അധികാര സ്ഥാനത്തല്ലല്ലോ. ഞാനും നിജേഷ് അരവിന്ദും ഡോക്ടർ ആസാദും KT കുഞ്ഞിക്കണ്ണനൊന്നും അധികാര സ്ഥാനത്തല്ല. അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ ആ വേദിയിലുണ്ട്. അജിംസെ, താങ്കൾ MDയുടെ ലേഖനം വായിച്ചോ? വായിച്ചിരുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം വില്യം റേഖിനെയാണ് നമ്മുടെ സൂക്ഷ്മ ജീവിത ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ, മനുഷ്യ വ്യവഹാരങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ അധികാരപ്രമത്വം നമ്മളിൽ കൂടി വളരുന്നത്, നമ്മളെങ്ങനെയാണ് സ്തുതിപാഠകരൊക്കെ അങ്ങനെ മനുഷ്യരുടെ മനോഭാവങ്ങൾ വരുന്ന മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് MD അത്തരത്തിലുള്ളൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ മുൻകൈകൾ വേണം. അതാണ് ഒരു ആൾക്കൂട്ട സമൂഹത്തെ രാഷ്ട്രീയമായി മാറ്റിയെടുക്കണം. അവരെ ഇത്തരത്തിലുള്ള സംഘടിതവും വളരെ വിഭാഗീയവുമായ നിലപാടുകൾക്കപ്പുറത്ത് ഉയർന്ന പൗരന്മാരായിട്ട് ഉയർന്ന സാമൂഹ്യ ബോധമുള്ളവരാക്കി മാറ്റണം. MDയുടെ ഈ മാറ്റേണ്ടത് ആരുടെ ബാധ്യതയാണെന്നാണ് വിൽഹം റേക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. ജനക്കൂട്ടം സ്വയം മാറില്ലല്ലോ. അതാ MD കാണുന്നത് അതിന് നിയോഗിതമായ ഒരു രാഷ്ട്രീയ ശക്തി ഇന്ത്യയിൽ, ലോകത്ത് മാർക്സിസ്റ്റുകളാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, അദ്ദേഹം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് ഉദാഹരണങ്ങളും മാർക്സിസ്റ്റ് അനുഭവങ്ങളും മാർക്സിസ്റ്റ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരുടെ ഉദ്ധരണികളുമൊക്കെ ആ ലേഖനത്തിൽ ഉപയോഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വില്യം റീഹിനെ ഉദാഹരിക്കുമ്പോൾ ഒരു ഫ്രോയിഡിയൻ കാഴ്ചപ്പാടിൽ മാർക്സിസ്റ്റ് വിശകലനം ചെയ്ത ഒരാളാണ്, കുറെ കൂടി ക്രിട്ടിക്കലായി. എന്റെ ചോദ്യം ഇതാണ്, അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? അധികാരാരോഹണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്ന 1957 EMS അധികാരത്തിൽ വന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അധികാരത്തിലെത്തി, ഇനി ഞങ്ങളുടെ വിപ്ലവം അവസാനിച്ചത് EMS ചിന്തിച്ചില്ല. EMS ജനങ്ങളെ സ്വതന്ത്രരാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം തനിക്കുണ്ട്, ജനസേവനം തന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സ്വയം കരുതി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും EMSനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം VSനെ വേണ്ടി ഉദ്ധരിച്ചില്ല? അപ്പോൾ 57 ശേഷം ഈ പറയുന്ന ജനങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന മാർക്സിസ്റ്റ് കടമ നിർവഹിക്കാൻ ആർക്കോ കഴിഞ്ഞില്ല. അതാണ് ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിയതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. 57 EMS അദ്ദേഹം ഒരു ഉദാഹരണമായി പറയുകയാണ്. ഒരു സാമൂഹ്യ വിപ്ലവമോ അല്ലെങ്കിൽ ഒരു അധികാര ലഭ്യതയോ കൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം ഒരു സമൂഹത്തെ അതിൻ്റെ ആൾക്കൂട്ട സ്വഭാവത്തിൽ നിന്ന് ഉത്തരവാദിത്വമുള്ള ഉന്നതമായ സാമൂഹ്യപരതയിലേക്ക് എത്തിക്കുന്ന രാഷ്ട്രീയ സമൂഹമാക്കി മാറ്റണം. ആ കടമ നമ്മൾ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം എഴുതുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ശേഷം എഴുതിയ ലേഖനമല്ല ജിപ്സ. ഇത് 2003 എഴുതുന്ന ലേഖനമാണിത്. അപ്പോൾ 2003 കോണ്ടക്സ്റ്റിൽ ഈ ലേഖനം അദ്ദേഹം എഴുതി, അദ്ദേഹം ഇപ്പോൾ വായിച്ചു. ആ പ്രവണതകൾ ഇന്നും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് ശക്തിപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു കൃതിയെ ക്ലാസിക് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൃതിയെ ക്ലാസിക് എന്ന് വിളിക്കുന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. MT പോലെ മഹാനായ ഒരു സാഹിത്യകാരൻ ഏതോ കാലത്ത് എഴുതിയിട്ടുള്ള ഒരു ലേഖനം, അത് ഫിക്ഷനല്ല, ലേഖനമാണ്. ആ ലേഖനം ഇന്ന് പ്രസക്തമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു, ഈ കോണ്ടെക്സ്റ്റിൽ പ്രസക്തമാണെന്ന് തോന്നുമെങ്കിൽ അത് ആ ലേഖനത്തിന്റെ മൂല്യമല്ലേ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ആ കോണ്ടെക്സ്റ്റിൽ എഴുതിയതാണെന്ന് പറയുകയാണോ വേണ്ടത്? അല്ല അജിംസെ, MDക്ക് മാത്രമല്ല, എനിക്കും അജിംസിനും എല്ലാവർക്കും എന്താണ് ഇന്നത്തെ കോണ്ടസ്റ്റിലും അത് പ്രസക്തമാണ്. എന്തുകൊണ്ടാണത്? 2003 ആന്റണി ഭരിക്കുന്ന കാലത്ത് അത് പ്രസക്തമാണ്, ഇന്നും അത് പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് പ്രസക്തം? MDയും പിണറായി വിജയനും KT കുഞ്ഞിക്കണ്ണനും എന്തായാലും ഈ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നതുവഴി സമൂഹത്തിലെ ഈ ഇത്തരത്തിലുള്ള എല്ലാ അപജയങ്ങളും അവസാനിച്ച് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരല്ല. കാരണം അത് സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകേണ്ട ഉയർന്ന സാമൂഹ്യ പരതയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇന്ത്യ പോലുള്ള ഒരു ബൂർഷാ ഘടന നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് ഒരു സംസ്ഥാനത്തെ അധികാരം മാത്രമാണ് പിണറായി വിജയനുള്ളത്. ആ അധികാരം വളരെ പരിമിതമാണ്. സർവാധികാരം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും പിണറായി വിജയനില്ല. അപ്പം മാധ്യമങ്ങൾ, ഇതൊരു സത്യാനന്തര കാലമാണല്ലോ, അജിംസ് ഇപ്പോൾ നടത്തുന്ന ചർച്ച ഒരു സത്യാനന്തര കാലത്തിൻ്റെ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ടാണ് അജിത്തിന്റെ യുക്തി പോലും എന്നോടുള്ള ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ വരുന്നത്. ആ യുക്തി സത്യാനന്തര യുക്തിയാണ്. അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2003 MT എഴുതിയ ഒരു ലേഖനം അത് ഫിലോസഫിക്കലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കോണ്ടസ്റ്റിലും നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഫിലോസഫിക്കലമായ ഒരു പ്രശ്നം അത് പിണറായി വിജയനാണ്, VD സതീശനാണ് എന്ന രീതിയിലല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. MD ഉദ്ദേശിച്ചത് നമ്മുടെയൊക്കെ തന്നെ മാനവിക ബോധത്തെ, ഉന്നതമായ
തീവ്രമായ സാമൂഹ്യപരതയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്തിന് ഇന്ന് നഷ്ടപ്പെടുകയാണ്, നമ്മുടെ രാജ്യത്തിന് ഇന്ന് നഷ്ടപ്പെടുകയാണ്. അത് തീവ്രമായ വലതുപക്ഷവൽക്കരണത്തിൻ്റെ വലിയ രീതിയിലുള്ള മൂലധന കേന്ദ്രീകരണത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. സർവാധികാരം എന്നൊക്കെ പറയുന്നത് വ്യക്തികളുടെ മസിലല്ല അജിംസെ. സർവാധികാരം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ധാർഷ്ട്യമൊന്നുമില്ല, അത് മൂലധനത്തിൻ്റെ കേന്ദ്രീകരണമാണ്. മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട വിതരണം ചെയ്യപ്പെട്ട സമ്പത്ത് ഏതാനും ആളുകൾ കേന്ദ്രീകരിക്കുകയും അവരുടെ പൊതുകാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളായിട്ട് ഭരണാധികാരി മാറുകയും ചെയ്യുന്ന പ്രവണതയാണ് സർവാധികാരം, സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത്. ആ സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലം നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യയിൽ അനുഭവിച്ചതാണ്. നിജേഷ് അരവിന്ദനൊക്കെ എന്തൊരു സുജായിയായിട്ടാണ് ചിരിച്ചുകൊണ്ട് എന്താണ് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല സുഖം എന്ന രീതിയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സർവാധികാരത്തിൻ്റെ പീഡനങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി ജയിലറകളായി അനുഭവിച്ച ഒരു ചരിത്രഗതിയിലൂടെ കടന്നു വന്നവരാണ് നമ്മളെല്ലാം. ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും ആ തലമുറ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്നൊക്കെയുള്ള സ്തുതിഗീതങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും ധൈര്യം കാണിക്കാത്ത വാലുമടക്കി മുട്ടിച്ചിഴഞ്ഞ നേതാക്കന്മാരുടെ ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു കാലം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കേരളം. ഞാൻ വളരെ ഉത്തരവാദിത്തപൂർവ്വമാണ് പറയുന്നത്. അത് അജിംസിനും അറിയാം. ഞങ്ങളുടെ പാർട്ടി തെറ്റായ പ്രവണതകളെ നിരന്തരമായി തിരുത്തണം. ഇന്നത്തെ ഒരു സമൂഹത്തിനകത്ത് തെറ്റായ പ്രവണതകൾ ഏത് പ്രസ്ഥാനത്തിനകത്തും കടന്നു വരെ, ഏത് വ്യക്തിയിലേക്ക് കടന്നു വരാം, അത് തിരുത്തണമെന്ന ഒരു ഉൾപാർട്ടി ഘടനക്കകത്ത് തന്നെ അത്തരം ഒരു തിരിച്ചറിവുള്ള പാർട്ടിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഈ ചർച്ച, നിങ്ങൾ പിണറായി വിജയൻ ഭയങ്കര സർവാധികാരിയാണ്, സ്വേച്ഛാധിപതി എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു അധികാരവുമില്ല അജിംസെ. ഇന്ത്യയുടെ ഇന്നത്തെ അധികാരം മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ള അവകാശങ്ങൾ ഓരോന്നായി എടുത്ത് കേന്ദ്രം കവരുകയാണ്. സംസ്ഥാന അവകാശങ്ങൾ പോട്ടെ, സമവർത്തി പട്ടികയിലുള്ള അവകാശങ്ങൾ നമ്മൾ കവരുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ലളിതമായ യുക്തികളിൽ നിന്നുകൊണ്ട് ഈ പിണറായി വിജയൻ ഭയങ്കര, നിങ്ങളെന്താ മോഡിയെ പറയാത്തത്? ബാലഗോപാലൻ ചോദിച്ചത് ശരിയാണ്. അതാണ് എൻ്റെ ഒരു സംശയം. 2016 നോട്ട് നിരോധനത്തിന് തൊട്ടുടനെ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നീ നോട്ട് നിരോധനത്തെ പച്ചയ്ക്ക് വിളിച്ച, വളരെ ഡയറക്റ്റായി, ഇങ്ങനെ ഫിലോസഫിക്കലുമായിട്ടൊന്നുമല്ല, തുഞ്ചൻ പറമ്പിൽ വെച്ച് പ്രസംഗിച്ച ആളാണ് എം ടി. അതിനുശേഷവും രാജ്യത്ത് നടക്കുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രചാരണത്തെ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് അഭിസംബോധന ചെയ്ത ആളാണ് എം ടി. അങ്ങനെ മോദിയെ വിമർശിക്കാനാണെങ്കിൽ 2003 ഒരു മാർക്സിയൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ലേഖനം എടുത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നതാണ് ചോദ്യം. അല്ല, എം ടി വാസുദേവൻ നായർ അജിംസെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാൻ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന ഒരാളല്ലേ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പം നടത്തിയിരിക്കുന്ന പ്രസംഗം ലോകത്തും നമ്മുടെ രാജ്യത്തും കേരളീയ സമൂഹത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലതുപക്ഷവൽക്കരണം, അമിതാധികാര പ്രവണതയെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത മനോഭാവങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പതിച്ചു പോകുന്ന ഒരു ദുരന്തപൂർണമായ ചിത്രം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ, നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താൻ ഏറ്റവും അർഹനായ മലയാളി പൗരനാണ്, ഏറ്റവും ഉയർന്ന മലയാളി പൗരനാണ് എം ടി വാസുദേവൻ നായർ. ആ അർത്ഥത്തിൽ തന്നെ അതിനൊരു പ്രസക്തിയുണ്ട്. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളത് വെച്ചിട്ട് പിണറായി വിജയനെ ഒരു സർവാധികാരിയും സ്വേച്ഛാധിപതിയും ഒക്കെ ആക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചർച്ച, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ ഈ ചർച്ചയിൽ എതിർത്തത്. അല്ലാതെ നമുക്ക് പറ്റുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തണം, അങ്ങനെ ഒരു സെൽഫ് ക്രിട്ടിക്കലായ നിലപാട് ഔദ്യോഗികമായി സംഘടനാ പരിപാടിയാക്കിയിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഈ നിജേഷ് അരവിന്ദൻ്റെ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? BJP അങ്ങനെ ഒരു നിലപാടുണ്ടോ? ആരാ നരേന്ദ്രമോദി? ശരി, ഇന്ത്യ രാജ്യത്തു 5 കോർപ്പറേറ്റുകൾ മതി. ശരി 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 ശരി. നിജേഷ് അരവിന്ദ് വളരെ ഫിലോസഫിക്കലായ മറ്റൊരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു ലേഖനം എഴുതി വായിച്ചു. അത് വേണമെങ്കിൽ പിണറായി വിജയനിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് രാഷ്ട്രീയമായി. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് മോദിയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരുതരം വലതുപക്ഷ രാഷ്ട്രീയം, ഒരു അധികാരവുമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അധികാരം കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാർ നിലനിൽക്കെ പിണറായി വിജയനെ സർവാധികാരിയാക്കാനുള്ള നിങ്ങളുടെ ശ്രമം, അത്രയേ ഉള്ളൂ ഈ വിമർശനം എന്നാണ് KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. ഒന്ന്, അജിംസെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചിരിച്ചതാണ്. KTയുടെ ഈ വല്ലാത്ത കഷ്ടപ്പാട്, ഇതിനോട് ന്യായീകരിച്ച് നിൽക്കാനുള്ള കഷ്ടപ്പാട് കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചതാണ്, സുജായിയായിട്ടൊന്നും ചിരിച്ചതല്ല. പിന്നെ ഈ ഫിലോസഫിക്കൽ എന്നൊക്കെ പറയുന്നത് എന്താ, ശൂന്യാകാശത്ത് തോന്നുന്നതാണ്? ഞാനും അജിംസും ആസാദും ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിന്തകളെയാണിത് ഫിലോസഫി എന്ന് പറയുന്നത്, തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിന് ഓരോ വേർഷൻ, അല്ലാതെ ഇത് ആകാശത്തുള്ളത് നമ്മളൊക്കെ താഴെയല്ല. കോഴിക്കോട് കടപ്പുറത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോടാണ് MT സംസാരിച്ചത്. MT എനിക്ക് നിത്യേന വീട്ടിൽ പോയ പരിചയമൊന്നുമില്ല. പക്ഷേ MTയുടെ മഞ്ഞ് വായിച്ചപ്പോൾ അതിലെ വിമല മേനോൻ്റെ പ്രണയം കണ്ടപ്പോൾ നേരിട്ടാണ് അതിൽ പ്രണയം പറഞ്ഞിരിക്കുന്നത്. മാറ്റിവെച്ച് അസുരവിത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നി എങ്ങനെയാണ്, രണ്ടാം മൂഴം, ഭീമനെ പ്രധാനപ്പെട്ട കഥാപാത്രമാക്കിയ രണ്ടാം മൂഴം, വലിയ കട്ടിയുള്ള വാക്കൊന്നുമില്ല, നേരെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വടക്കൻ വീരഗാഥ കണ്ടപ്പോൾ നമുക്ക് തോന്നി അത് നേരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവാത്ത സാധനമാണ് MT പറയുന്നതെന്ന് ദയവ് ചെയ്ത് വ്യാഖ്യാനിക്കരുത്. പച്ച മലയാളത്തിലാണ് MT പറഞ്ഞത്. പച്ച മലയാളത്തിൽ പറഞ്ഞത് എന്താണ്? നേതൃപൂജ, അധികാരം. ഈ അധികാരം
എന്താ ഒന്ന് രണ്ട് ടേം ഉപയോഗിച്ചു. ഈ അധികാരം കാലാകാലത്തേക്കുള്ള സാധനമല്ല, ഭരിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരുപാട് ആളുകളും ഭരിക്കാൻ കുറച്ച് വരും എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കേരളീയ ചുറ്റുപാടിൽ വെച്ചാണ് എന്ന് മനസ്സിലാക്കാൻ വിയറ്റ്നാം കോളനിയിൽ പറയുന്നത് പോലെ MA വരെ ഒന്നും പഠിക്കേണ്ട, സാമാന്യ ബോധമുണ്ടായാൽ മതി. ആ സാമാന്യ ബോധമുള്ള ജനതയോടാണ് MT പറഞ്ഞിരിക്കുന്നത്. അതിനി അധികാരം അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് ഉൾക്കൊള്ളാം. എൻ്റെ പ്രിയപ്പെട്ട KT, എനിക്ക് അധികാരമില്ല, നിങ്ങൾക്ക് അധികാരമില്ല, അജിംസിനില്ല, ആസാദിനില്ല. അധികാരം കൈയാളി വെച്ച ആളുകളെ പറ്റിയാണ് പറയുന്നത്. ആ അധികാരം കൈയാളി വെച്ച ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ളവന് പോലും വിട്ടുകൊടുക്കാതെ അവനെപ്പോലും അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഒരു ചുറ്റുപാടാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ പറയുന്ന KTക്ക് പിണറായി വിജയൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഞാൻ അംഗീകരിക്കാം. ഇന്നലെ മുതൽ മീഡിയാസ് മുഴുവൻ ചർച്ച ചെയ്യുന്നതാണല്ലോ. പ്രഭാത സവാരിക്കിടയിൽ ഒരു വാക്ക് പിണറായി വിജയനോട് പറയാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അത് പറയേണ്ട ഭാഷയിൽ സാഹിത്യകാരന്മാർ പറഞ്ഞു. അത് ഇരുത്തി പറഞ്ഞത് MT ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉൾക്കൊണ്ടാൽ, ആ ഭാഷയിൽ അതിനെ ഉൾക്കൊണ്ട് കഴിയും. അത് നരേന്ദ്രമോദിക്ക് എതിരാണ്. ആയിക്കോട്ടെ, നരേന്ദ്രമോദി അങ്ങനെ അധികാരം കൈവശം വെക്കുമ്പോൾ നേതൃപൂജ വെക്കുന്ന സമയത്ത് അദ്ദേഹവും ഇതിന് ഭാഗവാക്കാണ്. നമ്മൾക്ക് MTയുടേത് ആ നിലയ്ക്ക് ഉപയോഗിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് MTക്ക് ഇത് പറയാൻ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പറയേണ്ട കാര്യമില്ല. അജിംസെ MT അങ്ങനെ പറഞ്ഞിട്ടില്ല. മുത്തങ്ങ വെടിവെപ്പ് നടന്ന സമയത്ത് MT വളഞ്ഞു ചുറ്റി ഫിലോസഫിക്കൽ എന്നല്ല പറഞ്ഞത്, അത് തെറ്റാണ്. അതല്ലേ പറഞ്ഞത്? മുത്തങ്ങ വെടിവെപ്പ് തെറ്റാണ്, നോട്ട് നിരോധനം അത് തെറ്റാണ്, ഈ നാട്ടിലെ സമ്പദ്ഘടനയെ മാറ്റും, ഇത് പറയാൻ വേണ്ടി ആകാശത്തേക്കൊന്നും പോയിട്ടില്ല. അതേ ഭാഷയിൽ തന്നെ ഇതിനെ സ്വീകരിക്കാൻ എന്താ KT കുഞ്ഞിക്കണ്ണൻ മടി? AK ആന്റണി വിമർശിച്ച കാലത്ത് അത് AK ആന്റണിക്കെതിരെയുള്ള വിമർശനമാണ്. നോട്ട് നിരോധനത്തിൽ നരേന്ദ്രമോദി, നോട്ട് നിരോധനം മാത്രമല്ല, അതിനുശേഷം പല ഘട്ടങ്ങളിൽ അവരുടെ കേന്ദ്ര സ്ഥാനത്ത് പോയിട്ട് MT ചെറിയ വാക്കിലാണെങ്കിലും പറഞ്ഞത് വളരെ വ്യാപ്തിയിലാണ് പറഞ്ഞത്. അതൊക്കെ അതായിരുന്നു. ഇത് മാത്രം എനിക്കെതിരെ അല്ല എന്ന് പറയാം. നിങ്ങളെ CPM നേതാക്കന്മാരുടെ പ്രസ്താവന മുഴുവൻ എടുത്തൊന്ന് വെറുതെ പരിശോധിച്ച് നോക്ക്. ഏറ്റവും ആദ്യം വന്ന പ്രസ്താവന മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ നന്നായിട്ടാണ് പിരിഞ്ഞത്. സംഷീർ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. KN ബാലഗോപാൽ അത് മറ്റേതോ നേതാവിനെ പറ്റിയാണ് പറഞ്ഞത്. സാഹിത്യകാരന്മാർ പല രീതിയിൽ സംസാരിക്കുന്നു. എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുള്ള വേദിയിൽ എഴുതി തയ്യാറാക്കിയ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്കെതിരെയാണ്, വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു, എന്നിൽ ഞാൻ തിരുത്താം. അത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. ഞങ്ങൾ തിരുത്തേണ്ടവരല്ല എന്ന ബോധ്യം ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്നത് പോലെ പറഞ്ഞ കേൾക്കാൻ എന്തൊരു സുഖമുണ്ട്. ജനങ്ങളല്ലേ KT ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത്? ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആളുകൾ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചുറ്റുപാടിനെ കണ്ടുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മത്സ്യം വെക്കാൻ വരുന്നവന്റെ പ്രശ്നം, അവിടെ അംഗനവാടി ടീച്ചർമാരുടെ പ്രശ്നം, തൊഴിലുറപ്പ് തൊഴിലാളിയുടെ പ്രശ്നം, തെരുവോര കച്ചവടക്കാരന്റെ പ്രശ്നം, KSRTC ജീവനക്കാരന്റെ പ്രശ്നം, ഇതൊക്കെയാണ് ഒരു ഭരണാധികാരിയുടെ പ്രശ്നം. അത് ശൂന്യാകാശത്തെ ഫിലോസഫിക്കലൊന്നും അല്ല പറയേണ്ടത്. ഇങ്ങനെയുള്ള ചുറ്റുപാടിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കെതിരെ അടിച്ചമർത്തുന്ന ഒരു കേരളം പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പണക്കാരോട് മാത്രം സംവദിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസവുമായിട്ട് അകലം പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. മുഖത്തടിക്കലാണ് കമ്മ്യൂണിസം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഒരു ചെറിയ വാക്കെങ്കിലും G. സുധാകരൻ പറയുന്നുണ്ട്. അടിച്ച ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന, പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആവേശത്തിൽ വീണ്ടും 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 അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിരാതമായ പോലീസ് സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ആ ഭീതിപ്പെടുത്തലിനെയാണ് ഒരു സാഹിത്യകാരൻ അഡ്രസ് ചെയ്തത്. അവിടെ തിരുത്താൻ ഇനിയും സമയമുണ്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വലിയ വായിൽ ദയവ് ചെയ്ത് ചിരിക്കുന്നവനോട് നിങ്ങൾ എന്തിന് ചിരിക്കുന്നു, സുജായിയാവുന്നു, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. KT ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് അങ്ങ് എവിടെയോ കിടക്കുന്ന കാരശ്ശേരി മാഷയും കൽപ്പറ്റയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ ചിരിയല്ലേ നമുക്ക് വരിക? നേരിട്ട് കാര്യം പറയേണ്ടതിന് പകരം വെറുതെ കാരശ്ശേരി മാഷയും കൽപ്പറ്റ നാരായണ മാഷയൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞാൽ കേൾക്കുന്നവന് ചിരി തോന്നും. എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന ആളുകൾക്കും ചിരി തോന്നും നിങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ. ഞാനൊക്കെ KT ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട്. നക്സലൈറ്റ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നിങ്ങളുടെ കടുകട്ടി പ്രസംഗമൊക്കെ നാട്ടിൻപുറത്ത് സ്കൂൾ വിദ്യാർത്ഥിയെന്നോ കേട്ട ഒരു പരിചയം എനിക്കുണ്ട്. ആ KT ഇന്ന് പോയിട്ട് ഒരു നവ കമ്മ്യൂണിസ്റ്റ് മുതലാളിയെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ചിരിച്ചു പോവില്ലേ KT? എവിടെ പോയി നിങ്ങളെ മൂലധനം? എവിടെ പോയി നിങ്ങളെ മൂലധനം? ആൾട്ടർനേറ്റീവ് എവിടെ പോയി? നിങ്ങളെ ബദൽ ചിന്തകൾ, ആ ബദൽ ചിന്തയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ഇന്നൊരു പക്ക അനുയായിയായി മാറി, പക്ക ന്യായീകരണ തൊഴിലാളിയായി മാറി. അത് കേട്ടപ്പോൾ വിദ്യാർത്ഥിയായി നിങ്ങളുടെ പ്രസംഗം കേട്ട ഞാൻ ഇന്ന് ചിരിച്ചു പോയാൽ അതൊരു തെറ്റാണോ KT? ആസാദ് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഞാൻ ചിരിക്കും. പ്രിയപ്പെട്ട ആസാദിന്റെ പ്രസംഗം ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥി നൽകി കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ അതും ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആസാദ് സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല. ആസാദ് അന്ന് പറയുന്നതിന് ഇന്നും പറയുന്നു. അപ്പൊ ആസാദ് പറയുന്നത് കേട്ട് ചിരിക്കാൻ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വേറെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട KT ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളെങ്കിലും ഒന്ന് മുഖത്ത് നോക്കി പറ, രാജാവ് ഒന്നും ഉടുത്തിട്ടില്ല, നഗ്നനാണ്, ആ വസ്ത്രം ഒന്ന് ഉടുക്കാൻ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ശരി, ശ്രീ ഡോക്ടർ ആസാദ്, വിൽഹെം റേക്കിനെ MT ആ കാലത്ത് ഉദ്ധരിച്ചതെന്നാണ് നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കാലത്ത് മാസ് സൈക്കോളജി ഓഫ് ഫാഷിസം എന്ന പുസ്തകം ഫാഷിസത്തിന്റെ പുഷ്കല കാലത്ത് എഴുതിയ ഒരാളാണ് വിൽഹെം റേക്ക്. അദ്ദേഹം
എങ്ങനെയാണ് ജനക്കൂട്ടം പ്രവർത്തിക്കുന്നത്, ഫാഷിസത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്, അത് ഫ്രോയിഡിയൻ കാഴ്ചപ്പാടിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചേരുക ഇന്നത്തെ കാലത്ത് മോദിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കാനും തരമില്ലേ? അജിംസ് വളരെ കൃത്യമായൊരു കാര്യം തന്നെയാണ്. ഇതാണ് ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ ഒരു പക്ഷേ 2003 എഴുതിയ ഒരു ലേഖനം ഇപ്പോൾ വീണ്ടും MT എടുത്ത് ഉപയോഗിക്കുന്നത് അതിൽ വില്യം റീഹിനെ കൂടി പറയാനാണ്. വില്യം റീഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയുണ്ട്. ഇപ്പോൾ 2003 ഇത് എഴുതുന്നതിന് മുമ്പ് ഒരു 15 കൊല്ലം മുമ്പ് MN വിജയമാഷ് ഫാഷിസത്തിൻ്റെ മനഃശാസ്ത്രം പറയുന്ന സമയത്ത് വില്യം റീഹിനെ അവതരിപ്പിക്കുന്നു. വില്യം റീഹിൻ്റെ ആൾക്കൂട്ടത്തിന് ഫാഷിസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ആൾക്കൂട്ടത്തെ ഈ രീതിയിൽ അധികാരബദ്ധമായി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന്, അതിനുവേണ്ട ഐക്കണുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, രൂപകങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, ആ രൂപകങ്ങളിലൂടെ ഒരു സമുദായത്തെ എങ്ങനെയാണ് ഫാഷിസത്തിന് അനുകൂലമാക്കി മാറ്റുന്നത് എന്ന് നേരത്തെ വിജയമാഷ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതേ വിഷയം, ഇത് ഫാഷിസം എന്ന് കേൾക്കുമ്പോഴേക്കും നരേന്ദ്രമോദിയുടേതാണ് ഫാഷിസം അല്ലെങ്കിൽ RSS ആണ് ഫാഷിസവുമായി ബന്ധപ്പെട്ട് എന്ന് കരുതുന്നിടത്തൊരു പ്രശ്നമുണ്ട്. അത് അവർ മാത്രമല്ല, എന്താണ് ഫാഷിസം എന്ന് ഈ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ദിമിത്രോവിൻ്റെ നിർവചനമാണല്ലോ നമ്മൾ പറയുന്നത്. ഫിനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കേന്ദ്രീകൃതമായ രൂപമാണ്, അധികാര രൂപമാണ് ഫാഷിസം. അതായത് മൂലധന ശക്തികളുടെ പൊതു കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ കേന്ദ്രീകൃത അധികാരമാണ്. ആ അധികാരം ഇന്ത്യയിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെടുത്തിയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയിൽ അല്ലെങ്കിൽ റഷ്യയിൽ അത് ക്രിസ്ത്യാനിറ്റിയായി ബന്ധപ്പെടുത്തിയായിരിക്കാം, മറ്റൊരു സ്റ്റേറ്റിൽ തുർക്കിയെ പോലുള്ള സ്റ്റേറ്റിൽ ഇസ്ലാമിസവുമായി ബന്ധപ്പെടുത്തിയായിരിക്കാം, ബർമ്മയിൽ അത് ബുദ്ധിസവുമായി ബന്ധപ്പെടുത്തി, ശ്രീലങ്കയിലും ബുദ്ധിസവുമായി ബന്ധപ്പെടുത്തിയായിരിക്കാം. പുതിയ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് ഇതിനെ ജാതിയെ വംശീയതയെ ഉപയോഗപ്പെടുത്തുന്നത്? ഇവിടെ പക്ഷം വംശീയതയെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയാധികാരം സ്ഥാപിക്കുന്ന ഫാഷിസം, അതേ കോർപ്പറേറ്റ് മുതലാളിത്തം കേരളത്തെ പോലുള്ള മറ്റെല്ലാ സൂക്ഷ്മ കോശങ്ങളിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തെ പോലെയുള്ള ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ആൾക്കൂട്ടത്തെ സാമൂഹ്യ ശക്തിയായി ഉയർത്താൻ കഴിയാതെ ശിഥിലീകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണിത്. ഇപ്പോൾ മുന്നോക്ക സമുദായത്തിന് സംവരണം കൊടുക്കുമ്പോൾ ഒരു സമയത്ത് നമ്മളെടുക്കുന്ന പല നിലപാട് നോക്കൂ. പിന്നോക്ക സമുദായങ്ങൾക്ക് ക്യാബിനറ്റ് പദവിയുണ്ടോ? കേരളത്തിൽ UDF കൊടുത്തിട്ടില്ല എന്ന പോലെ LDF കൊടുക്കുന്നുണ്ടോ? എന്നാൽ മുന്നോക്ക സമുദായത്തിൻ്റെ കമ്മീഷന് ബാലകൃഷ്ണപിള്ള അവിടെ ഇരുന്ന ആളല്ലേ ആ പോസ്റ്റിൽ, അവർ ക്യാബിനറ്റ് പദവിയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുമുണ്ട് ഈ വിവേചനം. ഇപ്പോഴും ജാത്യധിഷ്ഠിതമായ വിവേചനം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലേക്ക് ഇത് കടന്നു വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഇത്തരത്തിൽ ക്യാപിറ്റലിസം ഇത് കൊണ്ടുവരുന്നു. എന്റെ ചോദ്യത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. അതായത് ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് MT കരുതുന്നുണ്ടാവുമോ? അത് ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. കേരളത്തിൻ്റെ അധികാര രൂപം, കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരം, സർക്കാർ എന്ന് പറയുന്നത് ഇതേ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ, ഇന്ത്യയിൽ ഫാഷിസം നടപ്പാക്കുന്ന കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ താല്പര്യങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതും അതാണ് വികസനത്തിൻ്റെ പാത എന്ന് തീരുമാനിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഭൂരഹിതരായ മനുഷ്യർ ഭൂമിക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഭൂപരിഷ്കരണത്തിൻ്റെ 2ാം ഘട്ടം വേണ്ട എന്നിവർ നിശ്ചയിക്കുന്നത് ഈ മുതലാളിത്തത്തെ പ്രീണിപ്പെടുത്താനാണ്. അല്ലെങ്കിൽ ഭൂമി വീതിച്ചു കൊടുക്കൽ മാത്രമല്ല, ഭൂമിയിൽ അവകാശം കൊടുക്കുക, ദളിതന്, കർഷകന്, ഭൂരഹിതരായ കർഷകന് അവകാശം കൊടുക്കണമെന്ന് പറയുന്ന സമരം രാജ്യത്തുണ്ട്. ഈ ദളിതർക്കും ആദിവാസികൾക്കും ആ ഭൂമി കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പ്രശ്നം. അവർക്ക് ഇപ്പോഴും ജനകീയമായ അടിത്തട്ടിലല്ല പ്രശ്നം. ഈ വികസനം ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ബഹുഭൂരിപക്ഷം ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കണം വികസനം എന്ന അടിസ്ഥാന സങ്കല്പത്തെ കൈവിടുന്നു. ഇതാണ് MTയും പറയുന്നത്. ജനങ്ങളെ എങ്ങനെ മറ്റൊരു ബഹുജന വിഭാഗത്തെ ഭരിക്കുന്നവരായി ഒരു ന്യൂനപക്ഷം രൂപപ്പെടുന്നു, അവരുടെ താല്പര്യങ്ങൾക്കെതിരായിത്തീരുന്നു. ഈ സംഗതി കേരളത്തിൻ്റെ ഭരണത്തിലുണ്ട്. ഇതുകൊണ്ടാണ് കേരളത്തിൽ നമുക്ക് ഒരുപാട്, ഇപ്പോൾ പറഞ്ഞല്ലോ, കേന്ദ്രം സഹായിക്കുന്നില്ല എന്നതിനെതിരെ നിങ്ങൾ പൊരുതണം. പക്ഷേ കേന്ദ്രം പരിമിതമായെങ്കിൽ തരുന്നതിനും ഇല്ലാത്ത പണം ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ദൂർത്ത് കാണിക്കാൻ കഴിയുന്നത്? രാജ്യത്ത് ഉത്സവങ്ങൾ, കേരളീയ മുതൽക്കുള്ള സകല ഉത്സവങ്ങൾക്കും കൊടുക്കാൻ പണമുണ്ട്. കേരളീയ മാത്രമല്ല, സദസ്സ് നടത്താൻ വേണ്ടി കേരളം എത്ര കോടി രൂപ നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര കോടി രൂപ ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും പ്രയാസത്തിൽ കേന്ദ്രം അങ്ങനെ മുറുക്കി നിൽക്കുന്ന സമയത്ത് ഉള്ള പണം അത്യാവശ്യങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ നിർബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കട്ടെ എന്നൊരു ജനകീയ മുഖ്യമന്ത്രി പറയണം. പകരം തൻ്റെ അകമ്പടി വാഹനങ്ങൾക്കും തൻ്റെ ചെലവുകൾക്കും തൻ്റെ ആഘോഷങ്ങൾക്കും ദൂർത്തിനും വേണ്ടിയാണ് പണം ചെലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിനെതിരായ സമരത്തെ തടഞ്ഞു നിർത്തുകയാണ് ഇവർ ചെയ്യുന്നത്. കേന്ദ്രത്തിനെതിരായി ജനങ്ങളിൽ ഉണ്ടാവേണ്ട രോഷത്തെ പിണറായി സർക്കാരിനെതിരാക്കി മാറ്റുന്നു. എങ്ങനെ? ഈ ദൂർത്തുകൊണ്ട്. വളരെ പരിമിതമായ പണമാണെങ്കിലും ക്ഷേമ പെൻഷൻ ആദ്യം കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കട്ടെ. എന്തിനാണ് പെട്രോളിന് 2 രൂപ സെസ് കൂട്ടിയത്?
അത് ക്ഷേമ പെൻഷൻ കൊടുക്കാനല്ലേ? ആ ക്ഷേമ പെൻഷനാണ് 5 മാസമായിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് തടയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഉള്ള പണം ഞങ്ങൾക്ക് ദൂർത്ത് ഞങ്ങളുടെ ആഘോഷങ്ങൾ ഞങ്ങൾ പിന്നെ നടത്താം. ഇപ്പോൾ ഈ പാവപ്പെട്ടവർ കഞ്ഞി കുടിക്കട്ടെ എന്ന് പറയേണ്ട മുഖ്യമന്ത്രിയല്ലേ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി? അത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളിടത്ത് ഞാൻ പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിത്തം ആഗ്രഹിക്കുന്ന വികസനമാണത്. അത് ജനങ്ങളെ മറക്കുന്ന വികസനമാണ്. ആ ജനങ്ങളെ മറക്കുന്ന വികസനം ഫാഷിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫാഷിസം എങ്ങനെയാണ് അടിത്തട്ട് സമൂഹങ്ങളിലേക്ക് എത്തുന്നത്, എങ്ങനെയാണത് ഭരണകൂടം പ്രയോജനപ്പെടുത്തുന്നത്, അതെങ്ങനെയാണ് ഒരു രാജ്യത്തെ ഇപ്പോൾ കേരളത്തിലൊക്കെ EMS ഒക്കെ തിരുത്താൻ ആഗ്രഹിച്ച ഒരു സംഗതിക്ക് എതിരായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. റഷ്യയെ പറ്റി പറയാനല്ല, കേരളത്തെ പറ്റി പറയാനാണ്. അതിൽ വായിച്ച ആ ലേഖനം മുഴുവൻ പ്രസംഗം വായിച്ചു നോക്കൂ. അതിൽ EMSനെയും കേരളത്തെയും പറ്റിയാണ് ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് റഷ്യയെ പറ്റി പറഞ്ഞത്. 2003 പ്രസക്തമായത് കൂടുതൽ പ്രസക്തമാണ് എന്നുകൊണ്ടാണ് ധൈര്യം വന്നത് MTക്ക് പറയാൻ. ഇല്ലെങ്കിൽ പണ്ട് ഞാൻ എഴുതിയത് ഏതൊരാൾക്ക് പ്രസംഗിക്കാൻ പറ്റും? 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനം ഇപ്പോൾ വന്ന് പ്രസംഗിക്കാൻ കഴിയുമോ? അത് പറയാൻ കഴിഞ്ഞത് ഇന്നും മുമ്പ് എന്നത്തേക്കാൾ കേരളത്തിൽ പ്രസക്തമാണ്. ഇത് പറഞ്ഞാൽ കേരളത്തിൽ സ്ഫോടനം ഉണ്ടാവും എന്നതുകൊണ്ടാണ് തലേ ദിവസം സുധീറിനോട് പറഞ്ഞത് നാളേക്ക് ഞാനൊരു സംഗതി കരുതി വെച്ചിട്ടുണ്ട് എന്ന്. അത് പറയുമ്പോൾ ആ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് MT പറയാൻ ശ്രമിച്ചത്. MTയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നെപ്പോലെ പുറത്തു നിന്ന് CPMനെ വിമർശിക്കുന്നവരല്ല, CPMന് അകത്ത് നിന്നുകൊണ്ട് ഇത് ശരിയല്ല എന്ന ബോധം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ബോധത്തിന്റെ പിൻബലത്തോടെ അതിന്റെ സമ്മർദ്ദത്തിലാണ് MT ഇത് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ പുറത്തു നിന്നല്ല, അകത്തു നിന്നുള്ള സ്ഫോടനത്തിന്റെ ശബ്ദമാണ് MTയിൽ കേട്ടത്. ശരി, ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, പ്രതിഷേധിക്കുന്നവരുടെ തലയടിച്ചു പൊട്ടിക്കുന്ന, വിമർശിക്കുന്ന ആളുകളെ കേസെടുത്ത് ഭയപ്പെടുത്തുന്ന, മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും കേസെടുക്കാൻ ഒരു മടിയുമില്ലാത്ത, പ്രതിഷേധക്കാരെ തല്ലി ഒതുക്കുന്ന സുരക്ഷാ ഭടന് ഉൾപ്പെടെ സ്ഥാനക്കയറ്റം കൊടുക്കണം, ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു അധികാര ഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ വിമർശനങ്ങൾ സ്വയം സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സ്വീകരിക്കും എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വെച്ച് തന്നെ ഇതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളേണ്ടതാണ്, അത് പിണറായി വിജയനാണ് ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് പറയലല്ലേ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത? അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അല്ല, അജിംസിൻ്റെ യുക്തിയിൽ എനിക്കിപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ, അജിംസ് വളരെ സമർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അജിംസ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തൊരു ഗതികേടാണ് ഈ ആസാദിനെ പോലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ആസാദെ RSSൻ്റെ BJPയുടെ ഫാസിസം അല്ല, ഫാസിസം മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട് എന്നാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഒരു കേന്ദ്രീകൃത അവസ്ഥയും കൂടിയാണ്. അത് ഹിന്ദുത്വ വംശീയതയെ, വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എതിരായിട്ട് ഭീഷണി ഉയർത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വം പ്രതിദാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് ബദലാണ് കേരളം. എന്ത് കോർപ്പറേറ്റ് അജണ്ട ഇവിടെ നടപ്പാക്കുന്നതെന്ന് ആസാദ് പറയുന്നത്? ഈ കേന്ദ്ര സർക്കാർ ഡിസിൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വിറ്റഴിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കേരളം ഏറ്റെടുക്കുക, ധീരമായി ഏറ്റെടുക്കുക. പൊതുമേഖലയുടെ തകർച്ചയാണ് ഗ്ലോബലൈസേഷൻ്റെ, ഈ നിയോലിബറൽ നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സ്വകാര്യവൽക്കരണ നയങ്ങളെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കുകയാണ് കേരളം. പൊതുമേഖലയെ മർമ്മപ്രധാനമായ വികസനമായിട്ട് കാണുകയാണ്, മേഖലയായിട്ട് കാണുകയാണ്. ഓരോ രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഭൂപരിഷ്കരണത്തിൻ്റെയൊക്കെ പ്രശ്നം, ഭൂമി കിട്ടാത്ത പ്രശ്നം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുത്ത സംസ്ഥാനം കേരള. ആദിവാസികൾക്കും മറ്റ് ഗിരിവർഗ വിഭാഗങ്ങൾക്കും ഭൂമി കിട്ടാതെ പോയതിൻ്റെ കാരണം ചരിത്രം അറിയാമെങ്കിൽ ആസാദ് ഓർക്കും. 1958 ഗൗരിയമ്മ തയ്യാറാക്കിയ ബില്ലിൽ സർക്കാർ വെസ്റ്റ് ചെയ്യപ്പെടുന്ന, നിക്ഷിപ്തമാക്കപ്പെടുന്ന ഭൂമി മുൻഗണനാക്രമം അനുസരിച്ച് പട്ടികജാതിക്കാർക്ക് വിതരണം ചെയ്യേണ്ടത്. അവർക്ക് ഭൂമി കിട്ടാതായത് ആസാദ് ഇപ്പം ഒപ്പം കൂടിയിരിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, ആ കോൺഗ്രസിൻ്റെ ഭരണം R. ശങ്കരൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഇഷ്ടദാനവും അതേപോലെ തന്നെ എന്താണ്, സർക്കാർ വെസ്റ്റ് ചെയ്യപ്പെടുന്ന ഭൂമി റിക്കാർഡ് ഓഫ് റൈറ്റ്സ്, കൈവശരേഖയുള്ളവരിക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പാവപ്പെട്ട പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കൊന്നും കൈവശരേഖ ഉണ്ടാവില്ല. കാരണം അവർ ജന്മിയിൽ നിന്ന് നേരിട്ട് പാട്ടത്തിനെടുക്കുന്നവരല്ല, കാണത്തിനെടുക്കുന്നവരല്ല. അങ്ങനെയാണ് കേരളത്തിലെ ആദിവാസി പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടാത്ത അവസ്ഥയുണ്ടാക്കിയത്. അത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മുൻകൈയെടുത്ത ഗവൺമെൻറ്റാണ് 67 EMS ഗവൺമെൻറ്. ആ ചരിത്രത്തിൽ അത് ഭൂപരിഷ്കരണം നേരിട്ട കോൺഗ്രസിൽ നിന്ന് ഇവിടുത്തെ വലതുപക്ഷം നേരിട്ട എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂവികേന്ദ്രീകരണമുണ്ടായ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത്. ഈ 16 മുതൽ 8 വർഷക്കാലത്തെ 7.5 വർഷക്കാലത്തെ പിണറായി വിജയൻ ഭരണത്തിന് കീഴിൽ ഭൂമി വിതരണം ചെയ്യുകയാണ്. ഭൂമി വിതരണം ചെയ്യുന്നതിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഭൂമി ആർക്കാണ് വെറുതെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഭൂമി ആർക്കാണ് വിതരണം ചെയ്യുന്നത്?
ഭൂമി എവിടെയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്? പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ഈ സർക്കാർ അതിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമി എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ടെത്തി വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ, ആ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കാൻ റവന്യൂ വകുപ്പിനോട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായ ആ ഉത്തരവാദിത്തം രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട കുത്തകയായ RPG ഗ്രൂപ്പ് കൈവശം വെച്ചിട്ടുള്ള ഹാരിസണിന്റെ തോട്ടങ്ങൾ സർക്കാരിന് ധൈര്യമായിട്ട് ഏറ്റെടുക്കാം എന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരിക്കെ 2017 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉടമസ്ഥതയ്ക്ക് വേണ്ടി സിവിൽ കോടതികളിൽ കേസ് നടക്കുകയാണ് വർഷങ്ങളായി. അല്ല, ഈ നമ്മുടെ തോട്ടം മേഖലയിൽ അത് ചരിത്രപരമായിട്ട് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഭൂമി റിക്കവർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ, അത് കോടതികളുമായി ബന്ധപ്പെട്ട നിരവധി നിയമവ്യവഹാരങ്ങളുടെ കുരുക്കുകളുണ്ട്. അത് മറികടന്ന് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു മടിയുമില്ല. അജിംസെ, നിങ്ങൾ വെറുതെ മോഡിയുമായിട്ടും കോൺഗ്രസുമായിട്ടൊന്നും ഇടതുപക്ഷത്തെ താരതമ്യം ചെയ്യേണ്ട. മനുഷ്യ ജീവിതത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവിടെ ആസാദും അജിംസും മിസ്റ്റർ നിജേഷ് അരവിന്ദൊന്നും നടത്തുന്ന ഈ സൈദ്ധാന്തിക കസർത്തുകളോ ആരോപണ യുക്തികളോ ഒന്നുമല്ല. അതിലപ്പുറത്ത് എന്താണ് ഇവിടുത്തെ ജീവിതാനുഭവമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊതുശേഷ വരുമാനവും ഉപഭോഗവും കൂടിയ സംസ്ഥാനമാക്കി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ പഞ്ചാബിനെയും ഹരിയാനയൊക്കെ മറികടക്കാവുന്ന ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലാണ്. നീതി ആയോഗിൻ്റെ ഓരോ വർഷത്തെയും കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യ വികസന സൂചികയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കോൺഗ്രസിൻ്റെ ഇടപെടലല്ല, ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലാണ്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച സമഗ്രമായ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വികസന പദ്ധതികളുടെ ഫലമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ MD കൂട്ടുപിടിച്ചോ മറ്റാരെയെങ്കിലും തെറ്റായി ഉദ്ധരിച്ചോ ഇടതുപക്ഷത്തെ അടിക്കാമെന്നും വ്യാമോഹിക്കേണ്ട. ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ ഗവൺമെന്റിനോ എന്തെങ്കിലും പരിമിതികളോ ദൗർബല്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ സഹായത്തോടു കൂടി പരിഹരിക്കാനും ഇടതുപക്ഷത്തിനറിയാം. അതുകൊണ്ട് MD വാസുദേവൻ നായരെ പോലുള്ള ഒരാൾ 2003 എഴുതിയ ഒരു ലേഖനം ഇപ്പോൾ KLFന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ആ ലേഖനത്തിൽ വില്യം റീഹിനെ ഉദ്ധരിക്കുന്നത്, അതെന്താ അജിംസിന് മനസ്സിലാകാത്തത്? ഞാൻ നിജേഷിനെ വിടുന്നു, അജിംസിനും ആസാദിനും അത് മനസ്സിലാവുന്ന എന്താ? സമൂഹത്തിൽ ആൾക്കൂട്ടമാക്കിയ ആളുകളെ അസ്ഥിരീകരിക്കുന്നത് ആരാ? ജയ് ശ്രീരാം വിളിച്ച് തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് ആരാണ്? സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ വലതുപക്ഷ തീവ്രവാദ പ്രവണത ചൂണ്ടിക്കാണിക്കുന്ന ഇന്ത്യയുടെ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ഈ ഫിലോസഫിക്കലായ ഒരു എഴുത്തുകാരൻ നേരിട്ടൊരു രാഷ്ട്രീയ മുദ്രാവാക്യം പറയണമെന്നില്ല. അദ്ദേഹം ഇപ്പോൾ അതിനെ നിങ്ങൾ വേറെ രീതിയിൽ അപനിർമ്മിക്കൊന്നും വേണ്ട. ഫിലോസഫിക്കലായ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കണം എന്നാണ്. എന്തായാലും ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നം അംഗീകരിക്കേണ്ടതുണ്ട് എന്ന വിൽഹം റേക്കിന്റെ നിരീക്ഷണം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ നിജേഷ് അരവിന്ദ്, ഡോക്ടർ ആസാദ് ഇത്രയും സംസാരിച്ചത്.